Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 4ന്റെ എപ്പിസോഡ് 11 അഥവാ ചാപ്റ്റേഴ്സ് ആയുള്ള 174ഉം 175ഉം ആണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ സോളോ ലെവലിംഗ് ഏകദേശം തീരാറായിട്ടുണ്ട്. സോ ഈ ഒരു സീരീസിലെ ഈ ഒരു പോയിന്റ് വരെ നിങ്ങൾ കണ്ടത് വെച്ച്, നിങ്ങൾ വായിച്ചത് വെച്ച്, നിങ്ങൾ എക്സ്പ്ലെയിൻ കേട്ടത് വെച്ച് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ക്യാരക്ടർ ആരാണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ നോർമൽ സെല്ലറാണ് കാണിക്കുന്നത്. പുള്ളിക്കാർ പറയുന്നുണ്ട്, അമേരിക്ക മുഴുവൻ അങ്ങനെ തീ പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് പടർന്ന് പിടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അധികം വൈകാതെ തന്നെ ഈ കൺട്രി മുഴുവൻ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ജിൻവു പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ മുന്നോട്ട് പോകും? പേടിക്കേണ്ട കാര്യം, അവൻ മാത്രമല്ല നമ്മുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന ഹണ്ടേഴ്സ്. ഈ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഈ റാങ്ക് മുതൽ എസ് റാങ്ക് വരെയുള്ള എല്ലാ ഹണ്ടേഴ്സും ഇന്ന് നമ്മുടെ കൂടെ ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്കറിയാമല്ലോ, ഒരു നോർമൽ ഈ റാങ്ക് ഹണ്ടർ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി സ്ട്രോങ്ങർ ആണ്. ഒരു ഓർഡിനറി മനുഷ്യനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് അവന് കുറച്ചധികം മാനയുണ്ട്, കുറച്ചധികം വെപ്പൺസും ഉണ്ട്. എന്നിട്ടും അവനെല്ലാം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. അവൻ കഷ്ടപ്പെട്ട് ഒരു മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ നേരത്ത് ഒരു ഡി റാങ്ക് ഹണ്ടർ 3 മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സി റാങ്ക് ഹണ്ടർ 10 മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഈവൻ ഒരു എസ് റാങ്ക് ഹണ്ടറിനെ കൊണ്ട് പോലും അധികമൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ശരിയാണ്, അവർ സ്ട്രോങ്ങറാണ്. ആയിരക്കണക്കിന് മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. പക്ഷേ അവരുടെ എണ്ണം, നമ്മുടെ എനിമീസിൻ്റെ എണ്ണം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. എന്നാൽ ആ സമയത്തും അവർക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചൂടിൻ്റെ ഇടയിലൂടെ, ഈ തീയുടെ ഇടയിലൂടെ, ഈ മൂടിക്കിടക്കുന്ന ആകാശത്തിൻ്റെ ഇടയിലൂടെ വരാനിരിക്കുന്ന പോസിബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ അവർക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹോപ്പ് എന്ന് വിളിക്കുന്നത്. സാർ, മിസ്റ്റർ സങ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ജപ്പാനിലെ ആ ഒരു ദ്വീപിലേക്ക് ആ ഒരു മുണക്കെട്ട് പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട്. സോ ജിനു അവിടെ എത്തിയല്ലേ? എന്നോട് പുള്ളിക്കാരൻ ഒരിക്കലും അത് പറഞ്ഞിരുന്നു. ആ ഒരു ഗേറ്റ്, ജയൻസിൻ്റെ ഗേറ്റ് വന്നതിന് ശേഷം ജപ്പാനിലെ ഒരു ദ്വീപിൽ ഭയങ്കരധികം മാനയുണ്ടെന്ന്. സോ അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാനായിരിക്കും അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ വെച്ച് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജസ് ഒക്കെ മാക്സിമം മിനിമം ആക്കി വെക്കാൻ പറ്റും. സോ ഇതിനു വേണ്ടിയാണ് ഇത്ര നേരം ജിൻവു ഒളിച്ചിരുന്നത്. സാർ, ഒരു ബാക്കപ്പിനായിട്ട് ബാക്കിയുള്ള ഹണ്ടേഴ്സിനെ ഞാൻ അവിടേക്ക് വിടട്ടെ? ഹണ്ടേഴ്സിനോ? ഇസ്രാ ഹണ്ടേഴ്സും അപ്പർ റാങ്ക് ഹണ്ടേഴ്സും എല്ലാവരും ഇപ്പോൾ യൂസിലല്ലേ? പിന്നെ ആർക്കാണ് അവിടേക്ക് പോകാൻ പറ്റുന്നത്? പറ്റുമെന്നുണ്ടെങ്കിൽ നീ കുറച്ച് ഈറാ ഹണ്ടേഴ്സിനെ ഇവിടേക്ക് വിട്. അല്ല, നിനക്ക് ആ കാര്യം അറിയാവോ? നമ്മുടെ സങ് ഒരു ഈറാങ്ക് ഹണ്ടറാണെന്നുള്ള കാര്യം. എന്ത്? ഈറാങ്ക് ഹണ്ടറോ? അതെ, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, ഒരു ഈറാങ്ക് ഹണ്ടറിനും ഒരു ദിവസം ഒരു ഹീറോ ആയി മാറാൻ സാധിക്കുമെന്ന്. ഇത് പറയാൻ നേരത്തെ തന്നെ നമ്മുടെ ഡ്രാഗൺ കിങ് കൈസലിനെ നേരെ ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരുന്നു പുള്ളിക്കൻ്റെ മുഖത്ത് വന്ന് ഒരു സാധനം വീഴുന്നത്. പുള്ളി നോക്കാൻ നേരത്ത് താഴത്ത് നമ്മുടെ ബില്യൻ പുള്ളിക്കനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ കുറച്ചധികം ജയൻസ് അവിടേക്ക് വന്ന് അവനെ പിടിച്ച് നിർത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ടസ്ക് പുള്ളിക്കനെ ഗ്രാവിറ്റേഷണൽ പവർ ഉപയോഗിച്ച് അവനെ നേരെ താഴത്തേക്ക് ഇടുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്ത് നമ്മുടെ ബെറും അതേപോലെ ഗ്രീഡും കൂടെ ഒരു കമ്പൈൻഡ് അറ്റാക്ക് യൂസ് ചെയ്ത് അവൻ്റെ മുഖത്ത് ഒരു കിടിലൻ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ അവനെയും കാത്ത് അവിടെ നമ്മുടെ ഇഗ്രിസും ഉണ്ടായിരുന്നു. ഇഗ്രിസും പുള്ളിക്കൻ്റെ ലൈറ്റ്നിങ് അറ്റാക്ക് അവൻ്റെ മേത്ത് ഏൽപ്പിക്കുന്നുണ്ട്. അറ്റാക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ നേരത്തെ ഡ്രാഗൺ കിങ് സംസാരിക്കാൻ തുടങ്ങും. എന്തായാലും വളരെ ത്രില്ലിംഗ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എൻ്റെ വലിയ ആർമീനെ കൊണ്ട് നിൻ്റെ ആർമീനെ മുഴുവൻ ഡിഫീറ്റ് ചെയ്യാമെന്നാണ്. പക്ഷേ ഈ ഒറ്റയ്ക്ക് നിൻ്റെ ആർമീനെ ഡിഫീറ്റ് ചെയ്യുന്നത് അതും ഒരു വളരെ നല്ല കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തൻ്റെ പവർ അങ്ങോട്ട് അൺലിഷ് ചെയ്യുന്നുണ്ട്. ഡ്രാഗൺസ് ഫിയർസം. ആ ഒരു സൗണ്ട് കേൾക്കാനത്ത് ജിനുവിൻ്റെ എല്ലാ ഷാഡോസും, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഷാഡോസും അനങ്ങാതെ നിന്ന് പോകുന്നുണ്ട്. ജിനുവിന് മനസ്സിലായി അത് ഡേഞ്ചറാണെന്ന്. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ അത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈയിട്ടായി നോക്കി ജിനുവിനെ പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കൈസലിൻ്റെ സഹായത്തോടു കൂടെ പുള്ളിക്കാരൻ അത് ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. പുള്ളിക്കാരൻ്റെ ഡ്രാഗൺ റോൾ എന്ന് പറഞ്ഞു ഭയങ്കര മാസീവാണ്. ആ ഒരു അറ്റാക്ക് മുന്നോട്ട് പോകും തോറും അതിൻ്റെ ഫ്രണ്ടിലുള്ള എല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ഒരു വലിയ എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കുകയും ചെയ്യും. ആ ചൂടിൻ്റെയും ആ തീയുടെ ഇടയിലൂടെ നമുക്ക് ഡ്രാഗൺ കിങ്ങിനെ നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എടുത്തു പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ശരിക്കുമുള്ള ശക്തി. നിങ്ങളുടെ വേദനയും ചോരയും എല്ലാം ഞാൻ കാരണം ഉണ്ടായതാണ്. ഞാനാണ് യുദ്ധം തന്നെ. ആ ഒരു റീസണിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഭൂമിയിലേക്ക്, ഞാൻ ഇവിടേക്ക് തന്നെ വന്നതും ഞാൻ ജനിച്ചതും. ഞാൻ ബെർസറക് ഡ്രാഗൻ്റെ കിങ് ആണ്. മൊണാർക്ക് ഓഫ് ദി ഡിസ്ട്രക്ഷനാണ് എൻ്റെ പേര്. ആൻഡ്രീസ് എന്നാണ്. ഈ സ്ഥലം വളരെയധികം പവർഫുൾ ആയിരുന്നു. കാര്യം ആ ജയൻസ് വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന മാൻ അത്രത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ അതിനും ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഈവൻ എൻ്റെ ഇമ്മോർട്ടൽ സോൾജേഴ്സ് വരെ ആ ഒരു ബ്രെത്തിൻ്റെ അകത്ത് പെട്ടുപോയാൽ തീർന്നതാണ്.
പെട്ടെന്ന് പുള്ളിക്കാരൻ തൻ്റെ ഹ്യൂമനോയിഡ് ഫോമിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഷാഡോ മൊണാർക്ക്, നീ പേടിക്കണ്ട, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. നിനക്കറിയാവോ, നീ എൻ്റെ കയ്യിൽ കയറി പിടിച്ച നിമിഷം തന്നെ എനിക്കത് ബ്രേക്ക് ചെയ്യാവുന്നതല്ലായിരുന്നു, എനിക്ക് നിന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യാവുന്നതല്ലായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നീ എന്നെ അത്രത്തോളം ഇംപ്രസ് ചെയ്തു. നീ എന്നെ എന്തുമാത്രം പുഷ് ചെയ്ത് കാണാൻ നിർത്തി എനിക്ക് എന്നോട് തന്നെ ലജ്ജം തോന്നുന്നു. സോ ഒരു മൊണാർക്ക് എന്ന രീതിയിൽ എനിക്ക് നീയുമായിട്ട് ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. നിനക്ക് ആഷ്മോൻ്റെ മെമ്മറീസ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം ഞാനല്ല നിൻ്റെ ശരിക്കുമുള്ള എനിമിയെന്ന്. നമ്മുടെ എനിമി എന്ന് പറയുന്നത് ആ ആകാശത്തിന് മുകളിലിരിക്കുന്നവരാണ്, റൂളേഴ്സ്. അവരാണ് നമ്മുടെ യഥാർത്ഥ എനിമി. അവർ മൊണാർക്കിനെ കൊല്ലാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ്. നീയും അതിന് എക്സെപ്ഷൻ അല്ല. ഞാൻ നിന്നെ കൊന്നതിന് ശേഷം അവരെ പോയി കൊല്ലാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നീയുമായിട്ട് ഈ ഒരു ഫൈറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിനക്ക് ആഷ്ബോൻ്റെ എബിലിറ്റീസ് ഉണ്ട്, പക്ഷേ നീ അവനേക്കാളും ഉചിതനാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് നിൻ്റെ ഫാമിലിയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, നിനക്ക് നിൻ്റെ കൺട്രീനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ സോൾജേഴ്സിൻ്റെ കൂടെ എൻ്റെ കൂടെ വാ. നിനക്ക് ഈ പ്ലാന്റ് തന്നെ രക്ഷിക്കാൻ സാധിക്കും. നമുക്ക് ഉറപ്പായിട്ടും അവരെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. നീ അതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ആർമിയും ഇന്ന് തന്നെ ഇവിടം വിട്ടുപോകും. നിനക്ക് ഈ രാജ്യം ഭരിക്കാം, ഈ ലോകം തന്നെ ഭരിക്കാം. ഈ ലോകം നിൻ്റേത് മാത്രമാകും. അതിന് നീ ക്വാളിഫൈഡും ആണ്. അതുകൊണ്ട് തന്നെ നീ ചെയ്യേണ്ടത് ഇത്രമാത്രം, എൻ്റെ കൈകൾ നീ പിടിക്കുക. നമുക്കൊരുമിച്ച് മുന്നേറാം, നമുക്കൊരുമിച്ച് അവരെ ഡിഫീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും റൂളേഴ്സിൻ്റെ ആർമിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. നിൻ്റെ ഫാമിലിക്കും നിൻ്റെ കൺട്രിക്കും ഈ ലോകത്തിനും ഈ പ്ലാനറ്റിനും എല്ലാത്തിനും അവരുടെ പീസും ഫ്രീഡവും എല്ലാം തിരിച്ചു കിട്ടുന്നതായിരിക്കും. സോ എന്തു പറയുന്നു ഷാഡോ മൊണാർക്ക്, നീ എൻ്റെ കൂടെ കൂടത്തില്ലേ? അപ്പോൾ തന്നെ ജിൻവു പറയുന്നുണ്ട്, നീ എന്നെ കളിപ്പിക്കുവാണ്. നിന്നെ നോക്കാൻ നേരത്ത് തന്നെ നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ബ്ലഡ് ലെസ്റ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും നീ എന്നെ കളിപ്പിക്കുവാണ്. പെട്ടെന്ന് പുള്ളിക്കാരൻ കിടന്ന് ചിരിക്കുന്നുണ്ട്. സോ എത്രയൊക്കെ പറഞ്ഞാലും ഇതെൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല. ഇതെങ്ങനെയൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ നോക്കിയാലും അത് പുറത്തേക്ക് വരും. എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ അങ്ങോട്ട് മരിച്ചേക്കെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ ജിനുവിൻ്റെ നേരെ പുള്ളിക്കാരൻ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും കൈസിലെ സഹായത്തോടുകൂടി ജിനു അത് ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അപ്പം തന്നെ ഒരു ഡ്രാഗൺ ബ്രത്ത് അങ്ങോട്ട് യൂസ് ചെയ്യും. അത് വീണ്ടും പുള്ളിക്കാരൻ ഡോഡ്ജ് ചെയ്ത് മാറിയിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് വന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് പുള്ളിക്കാരൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു അറ്റാക്കിന് ഒരു ഡാമേജ് പോലും പുള്ളിക്കാരൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. നീ എന്താണ് വിചാരിച്ചത്? ഈ ഇച്ചിരിയില്ലാത്ത സാമാനം കൊണ്ട് നിനക്കെന്നെ വേദനിപ്പിക്കാൻ പറ്റുമെന്നോ? നിനക്കത് തോന്നൽ മാത്രമാണ്. പിന്നെ അടുത്ത സെക്കൻഡ് തന്നെ ജിനു അവിടുന്ന് പോകാൻ നേരത്ത് പുള്ളിക്കാരൻ വീണ്ടും തന്നെ ഡ്രാഗൺസ് ഫിയർ സം റോർ അങ്ങോട്ട് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്യുന്ന നേരത്തെ തന്നെ കൈസിൽ ഒന്ന് പെട്ടുപോകുന്നുണ്ട്. ജിനുവിന് മനസ്സിലായി അത് അപകടമാണെന്ന്. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ കൈസിൽ ജിനുവിനടുത്ത് ദൂരത്തേക്ക് എറിയുന്നുണ്ട്. ജിനു ബാക്കിലേക്ക് പോയി നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൈസിലിനെ പൂർണ്ണമായിട്ട് ഒരു ഡ്രാഗൺ ബ്രെത്ത് വന്ന് എടുത്തുകൊണ്ട് പോകും. അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രാഗൺ കിങ് കാരണം അവിടെ ഉണ്ടാകുന്നത് പ്യുവർ ഡിസ്ട്രക്ഷനാണ്. എനിക്കറിയാം അത് മാത്രം കൊണ്ട് നീ ഇവിടെ മരിക്കത്തില്ലെന്ന്. ഇത് പറയുന്ന സെക്കൻഡ് തന്നെ ജിനു പെട്ടെന്ന് വന്ന് അവൻ്റെ ശരീരത്തിൽ കയറി പിടിച്ച് പുള്ളിക്കാരനെ ഫുൾ പവർ യൂസ് ചെയ്ത് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനും പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഡ്രാഗൺ കിങ് അവനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ അത് ഡോഡ്ജ് ചെയ്ത് മാറിയിട്ട് അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ്റെ 3 ഷാഡോസിനെ അവിടേക്ക് സമൺ ചെയ്യും. ഇത്തവണ സമൺ ചെയ്തത് പുള്ളിക്കാരൻ്റെ ഡ്രാഗൺസിനാണിത്. അവരായിട്ട് നമ്മുടെ ഡ്രാഗൺ കിങ്ങിനെ കടിച്ച് പിടിച്ച് നിർത്തിക്കൊണ്ട് മറ്റ് 2 പേർ അവരെ നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിർത്താതെ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ജിനു ഒരു കാര്യം മനസ്സിലായി, ബില്യൻ്റെ ഡ്രാഗൺസിനെ പോലും അവർ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ ഡ്രാഗൺ ബ്രത്തിനെ അവനൊന്നും ഉരുക്കാൻ പോലും സാധിക്കുന്നില്ല. ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ള ഒപ്പോണൻസ് പോലെയല്ല അവൻ കൂടുതൽ അപകടകാരിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ യൂഷ്വൽ മെത്തേഡൊന്നും വർക്ക് ചെയ്തില്ല. എനിക്ക് ഇനി സ്ട്രോങ്ങറായി മാറണം. എനിക്ക് എന്തെങ്കിലും അവനെ കൊല്ലാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. എനിക്കൊരു ആർമർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എൻ്റെ കൈ കൊണ്ട് അല്ല, ആർമർ എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് ജിനുവിൻ്റെ ചുറ്റിനും ഇരുട്ട് കൂടാൻ തുടങ്ങും. ഈ ഒരു സമയത്ത് തന്നെ ഡ്രാഗൺ കിങ് ആ ഡ്രാഗൺസിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. നീ എന്തുവാടാ വിചാരിച്ചത്? നിനക്ക് ഒറ്റക്ക് നിൻ്റെ പപ്പേഴ്സിനെ കൊണ്ട് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണോ? എന്നാൽ പെട്ടെന്നായിരുന്നു പുള്ളിക്കാരൻ ആ ഒരു കാര്യം കാണുന്നത്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ എന്താണ് സംഭവിക്കണമെന്ന് പുള്ളിക്കാരൻ മനസ്സിലാകുന്നില്ല. ആർമറാണ് എനിക്ക് വേണ്ടത്. ഡാർക്ക്നെസ് എന്ന് പറയുന്നത് എൻ്റെ പവറിലും അപ്പുറമാണ്. സോ അതുകൊണ്ട് ഞാൻ ഒരു ആർമറോടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവനെക്കാട്ടും സ്ട്രോങ്ങർ ആകാൻ സാധിക്കത്തില്ലേ? അത് വളരെയധികം മാസീവ് ആയിരിക്കണം. അത് മാസീവ് എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും, ഈവൻ ഞാൻ പോലും അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഇച്ചിരിയേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ, നമ്മുടെ ഡ്രാഗൺ കിങ്ങിൻ്റെ ഫ്രണ്ടിൽ എന്തോന്ന് വലിയൊരു സംഭവം തന്നെ സംഭവിക്കുന്നുണ്ട്. പുള്ളിക്കാരനെ മനസ്സിലാകുന്നില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. അതിന് സ്പിരിച്വൽ ബോഡി മാനിഫെസ്റ്റേഷൻ ആണോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. കാര്യം ഷാഡോ മൊണാർക്ക് ഒരു ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് അല്ലേ. അതുകൊണ്ട് അവൻ ഹിഡൻ ഫോംസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നാലും അവൻ എങ്ങനെയാണ് ഇത്രയും വലുതായി മാറിയത്? ഇത് ഈ ഭൂമിയുടെ തന്നെ, ഈ ലോകത്തിന് തന്നെ ഡെത്തിൻ്റെ പവറാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന്. പക്ഷേ ഒരു മനുഷ്യന്
കുറച്ച് നാൾക്ക് മുമ്പ് വരെ വെറും ഒരു മനുഷ്യനായിരുന്ന ഒരുത്തന്നെ എങ്ങനെയാണ് ഇത്ര വലിയ പവേഴ്സ് കിട്ടിയത്? അല്ല, ഇത് ശരിക്കും ഞാൻ തന്നെയാണോ? എനിക്കെങ്ങനെയാണ് ഈ പവേഴ്സ് കിട്ടിയത്? സോ ഇതായിരിക്കും ഷാഡോ മൊണാർക്കായ ആഷ്ബോൺ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ആ ഒരു ശക്തി. എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നുള്ള പവർ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് വളരെയധികം മാസീവായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ഡ്രാഗൺ കിങ് പറയുന്നുണ്ട്, സോ അവസാനം നീ അത് എടുത്തല്ലേ, നീ മനടത്തിൻ്റെ ജീവിതത്തിൻ്റെ തൊട്ട് വക്കത്തായിരുന്നെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു ഡ്രാഗൺ ബ്രിത്ത് അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ഡ്രാഗൺ കിങ്ങിന് ശരിക്കും ഒരു കാര്യം മനസ്സിലായത്. ഇത്ര നാൾ കണ്ടതുപോലെ ജിനുവിനെ ഇനി വെറും കളിപ്പുള്ളായിട്ട് കാണാൻ സാധിക്കത്തില്ല. അവൻ വളരെയധികം ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കൊണ്ടാണ് അവന് ഇത്തവണ ഈ ഒരു അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ജിൻമു പുള്ളിക്കാരൻ്റെ കൈകൾ ഉയർത്തിയിട്ട് ആ ഒരു അറ്റാക്ക് രണ്ടായിട്ട് മുറിച്ചു കളഞ്ഞ് നമ്മുടെ ഡ്രാഗൺ കിങ്ങിന്റെ നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ജിൻമു പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പുതിയൊരാളെ പോലെയാണ് ജിൻമു നിലവിൽ ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ ഡ്രാഗൺ കിങ്ങിന്റെ ഫ്രണ്ടിൽ തന്നെ ജിൻമു നിൽപ്പുണ്ട്. അതും ഡ്രാഗൺ കിങ്ങിന്റെ അത്രയും തന്നെ വലുതായിട്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവർ തമ്മിലുള്ള ആ ഒരു യുദ്ധം തുടങ്ങും. അതായത് യഥാർത്ഥ യുദ്ധം ഇനിയാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് ചാപ്റ്റർ 175 ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. നാളെ തന്നെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.